Hi dears, welcome to Xylem Learning. മക്കളെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. അതെങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ നോക്കിയാലോ. ഇനി നമ്മൾ ഓരോ ചെറിയ ചെറിയ വാക്കുകൾ പഠിക്കണ്ടേ. വാക്കുകൾ പഠിച്ചല്ലേ നമ്മൾ സെന്റൻസിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ഇവിടെ ആദ്യം ചിത്രത്തിലുള്ളത് എന്താണ്? സൂര്യനാണല്ലേ. സൂര്യന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയാ? എന്ത് പറയും? സൂരജ്. പിന്നെയോ സൂര്യ എന്നും പറയും. പിന്നെ അടുത്ത ചിത്രം എന്താണിത്? എന്താ നമ്മൾ മരത്തിന് ഹിന്ദിയിൽ പറയുന്നത്? പേഡ്. പേഡ് എങ്ങനെയാണ് എഴുതുന്നത്? പ എന്ന് എഴുതുന്നു, ഢ എഴുതുന്നു, എന്നിട്ട് ഇവിടെ ഒരു ഏന്റെ ചിഹ്നം കൊടുക്കുന്നു. അപ്പോഴല്ലേ പ എന്നത് പേഡ് എന്നാവുള്ളൂ അല്ലെ. ഇനി അടുത്ത ചിത്രം, അടുത്തതാരാ? ഒരു കുറുമ്പൻ ആനയാണല്ലേ. ആനയ്ക്ക് എന്താ പറയാ? ഹാത്തി. ഹാത്തി മേരെ സാത്തി എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, സാത്തിയോ? സാത്തി പറഞ്ഞ കൂട്ടുകാരൻ. ഹാത്തി നോക്കൂ, ഹ എഴുതി, നമ്മളൊരു ദീർഘം വെച്ചു, പിന്നെ ഥ എഴുതുന്നു, ഈന്റെ ചിഹ്നം വെക്കുന്നു, ഹാത്തി. ഹാത്തി ആയില്ലേ? ഇനി അടുത്തത് നോക്കൂ, ഒരു ബോട്ടാണ് അല്ലെ, ഒരു വള്ളത്തിന്റെ ചിത്രമാണ്. നമ്മൾ എന്താണ് തോണിക്ക് ഹിന്ദിയിൽ പറയുന്നതെന്ന് അറിയാമോ? നാവ്. നാവ്, നാവ്. നാ ദീർഘം വ, നാവ്. ഇനി അടുത്തത് നോക്കൂ, നേരത്തെ നമ്മൾ എഴുതിയത് ഒരു മരത്തിനെയാണ്. ഇനി നമ്മൾ എഴുതുന്നത് ഒരു ചെടിയെയാണ്. അപ്പൊ ചെടിക്ക് എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്? എല്ലാ മരമാണോ? അല്ല, നമുക്ക് കുഞ്ഞു ചെടികളും ഇല്ലേ, അധികം വളരാത്ത, അതിനെ നമ്മൾ മലയാളത്തിൽ ചെടി എന്ന് പറയും, മറ്റേത് മരം എന്ന് പറയും അല്ലെ. ഇംഗ്ലീഷിലാണെങ്കിൽ ട്രീ, പ്ലാന്റ്. അപ്പൊ പ്ലാന്റിന് എന്ത് പറയുന്നു? പൗദ. ഈ വാക്ക് ഓർമ്മ വേണം കേട്ടോ. നമുക്ക് ഹിന്ദിയിൽ പ്രകൃതിയെ കുറിച്ചൊക്കെ എഴുതാനൊക്കെ വന്നാൽ പൗദേ അല്ലെങ്കിൽ പൗദ എന്നൊക്കെ വന്നാൽ നിങ്ങൾ ചിന്തിക്കണം അത് ചെടിയാണ്. അതിനാണ് മിസ് ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി ഇവിടെ ഒരു ഗ്ലാസ്സിൽ എന്താ തന്നിരിക്കുന്നത്? വെള്ളമാണ്. എന്തായിരുന്നു? പാനി. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം നമ്മുടെ ആരുടെ അടുത്തെത്തിയാലും ഹിന്ദിയിൽ സംസാരിക്കുന്നിടത്താണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചോദിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും പാനീന്നെങ്കിലും പറയണ്ടേ അല്ലെ. അപ്പോഴോ പാനി, പാനി. ഇനി നോക്കൂ, ഇതാരാണ്? ഇതൊരു ലഡ്കിയാണ്, പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് നമ്മൾ എന്താ ഹിന്ദി പറയുന്നേ? ലഡ്കി. അടുത്തതോ? അടുത്തത് ലഡ്ക. ഇനി അടുത്തതാരാ? ചാന്ദ് എന്ന് പറയും അല്ലെ. ചാന്ദ്, ചന്ദ്ര. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മൾ എഴുതിയത്. ഇത് നമ്മൾ ഒരു ചിത്രമായപ്പോൾ നമ്മൾ ഒരു വാക്ക് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ 2 പേരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറയും, രണ്ടാളെ കണ്ടാൽ നമ്മൾ പറയും ആ അതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ഇതിലിപ്പോ ആരാ ഉള്ള ഈ ചിത്രത്തില്? ഒരാളാണോ? അല്ല, ഇതിൽ ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലെ. അപ്പൊ നമ്മളിവിടെ ലഡ്കി ഓർ ലഡ്ക. ഇവിടെ ആരൊക്കെയാണ്? ലഡ്കിയും ഉണ്ട്, പിന്നെയോ ലഡ്കയും ഉണ്ട്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയല്ലോ ആ ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചേർക്കുന്നു? ഇവർക്ക് 2 പേർക്കും നടുവിൽ ഓർ എന്ന ഈ വാക്ക് അല്ലെ, നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന് പകരമാണ് നമ്മൾ ഹിന്ദിയിൽ ഓർ എന്ന് ഉപയോഗിക്കുന്നത്.
വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു അല്ലെ രണ്ട് വാക്കുകൾ തമ്മിൽ നമ്മൾ അതിനെ രണ്ടു പേരെയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറയാം മേ ഓർ മേരെ ദോസ്ത്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നടക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിലോ ഞാനും ഫ്രണ്ടും. അപ്പൊ നമ്മൾ അവിടെ ഞാന് ഫ്രണ്ട് എന്നാണോ പറയാ? അല്ല. അപ്പൊ മേ ഓർ മേരെ ദോസ്ത്. ഇനി അടുത്തത് നോക്കൂ, ഇതുപോലെ തന്നെ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ പേഡ് ഉണ്ട്, പിന്നെയോ പൗദ. അപ്പൊ പേഡ് ഓർ പൗദ അല്ലേ? ഇത് പേടാണ് ഓർ പൗദ. അപ്പൊ ഇനി ഇതുപോലെ നിങ്ങൾ രണ്ട് വാക്കുകൾ കൂട്ടിയിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കോ. വളരെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതി പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് നോക്കൂ, ഒരു ഭാഗത്ത് ചാന്ദ്, മറുഭാഗത്തോ സൂരജ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? ചാന്ദ് और സൂരജ് ഇല്ലേ? ഇനി ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ പേരും ഓർ എന്ന് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരും ഒന്ന് എഴുതി നോക്കൂ. ഇല്ലെങ്കിൽ വീട്ടിൽ ആരാ ഉള്ളത് അവരുടെ പേര്. ഇനി മിസ് പറയാം മാ ഓർ ബാ, അമ്മയും അച്ഛനും. ഇങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് സെന്റൻസുകൾ ഇങ്ങനെ എഴുതി ശീലിക്കുക. ഇനി എക്സാം ഒക്കെ എഴുതണ്ടേ? അപ്പൊ എക്സാമിന് മുൻപേ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലെ? അതിന് സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ബൈ.